വെൽക്കം ടു MRS സ്റ്റുഡിയോ. ഈ വീഡിയോയിൽ നമുക്കൊരു ചെറിയ മാറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. ചെറിയ മാറ്റായിട്ടും അതുപോലെ തന്നെ ഒരു ഫ്ലവർ വേസ് ആയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു 4 ചെയിനുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. 4 ചെയിൻ ചെയ്തതിന് ശേഷം ഇതിലെ ആദ്യത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നമുക്കിതുപോലെ ഒരു ചെറിയ സർക്കിളായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു റിങ് പോലെ കിട്ടിയിട്ടുണ്ട്. ഈ റിങ്ങിൻ്റെ അകത്താണ് നമ്മളിനി ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചുകളും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 2 ചെയിനുകൾ ചെയ്യാം. എന്നിട്ട് പിന്നെ ഈ റിങ്ങിൻ്റെ അകത്താണ് നമ്മൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ആദ്യത്തെ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇനി റിങ്ങിൽ തന്നെ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇതുപോലെ നമ്മൾ 12 ഡബിൾ ക്രോഷ്യേസാണ് ഈ ഒരു സർക്കിളിനകത്ത് ചെയ്യുന്നത്. ഈ ഒരു റിങ്ങിൻ്റെ അകത്ത് 12 ഡബിൾ ക്രോഷ്യേസാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ 12 ഡബിൾ ക്രോഷ്യേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ 2 ചെയിനുകളാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിൻ്റെ അകത്ത് തന്നെയാണ് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അകത്ത് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇനി ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ചെയിൻ 2 കഴിഞ്ഞതിന് ശേഷം 2 ഡബിൾ ക്രോഷ്യേസാണ് ചെയ്തത്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചുകളിലും 2 ഡബിൾ ക്രോഷ്യ വീതം നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ 12 എന്നുള്ളത് 24 മാറും. ഈ റൗണ്ട് കഴിയുമ്പോൾ 24 ഡബിൾ ക്രോഷ്യേസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ 24 ഡബിൾ ക്രോഷ്യേസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇനി വീണ്ടും ഇതുപോലെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ വന്നിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും ഇതുപോലെ തന്നെ 2 ചെയിനുകൾ ചെയ്യാം. സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ഡബിൾ ക്രോഷ്യേസ്. നമ്മൾ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്, അത് തെറ്റി സിംഗിൾ ക്രോഷ്യ ആയിപ്പോയി അതിൻ്റെ ഇടയിൽ. ഓക്കെ, നമ്മൾ വീണ്ടും ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാനുള്ളത്. ഒന്ന് സെയിം സ്റ്റിച്ചിൽ തന്നെ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഈ റൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ആദ്യത്തെ സ്റ്റിച്ചിൽ 1 ഡബിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ, പിന്നെ മൂന്നാമത്തെ സ്റ്റിച്ചിൽ വീണ്ടും 1 ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ. അതുപോലെ ഈ ഒരു പാറ്റേണിൽ ഈ റൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഇതാ നമ്മുടെ മൂന്നാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ആദ്യത്തെ പോലെ തന്നെ എല്ലാ റൗണ്ടിലും ചെയ്തിരുന്ന പോലെ തന്നെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ മുകളിൽ വന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. ഇപ്പോൾ 3 റൗണ്ട് കംപ്ലീറ്റ് ആയി.
ഇനി നാലാമത് ഒരു റൗണ്ട് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ മാറ്റിന് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നമുക്കിതുപോലെ ഓരോ റൗണ്ടുകളും ചെയ്യാം. അപ്പോൾ വീണ്ടും 2 ചെയിൻ ചെയ്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്യാണ്. തേർഡ് സ്റ്റിച്ചിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് രണ്ടാമത്തെ സ്റ്റിച്ചിലും നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇനി മൂന്നാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 1 1 2 ആ ഒരു പാറ്റേണിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ 4th റൗണ്ട് കംപ്ലീറ്റ് ആയി. നമുക്ക് ആദ്യത്തെ പോലെ തന്നെ കഴിഞ്ഞ റൗണ്ടുകളിൽ ചെയ്ത പോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഒരു ചെയിൻ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് യാണിനെ കട്ട് ചെയ്ത് മാറ്റാം. യാണിനെ വലിച്ചൊന്ന് സെക്യൂർ ആക്കി. ഇനി അടുത്ത കളറാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഗ്രീൻ കളറിലാണ്. ഒരു ലീഫിനൊക്കെ സാധാരണ നമ്മൾ ഗ്രീൻ കളറിൽ കൊടുക്കുന്ന പോലെ തന്നെ ഇതൊരു ഫ്ലവർ മാറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ മാറ്റിൻ്റെ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഈ പുതിയ കളറിനെ നമുക്ക് ഈ മാറ്റിലോട്ട് അറ്റാച്ച് ചെയ്യാം. 1 2 3 ഇതുപോലെ 3 സ്റ്റിച്ചുകൾ നമുക്ക് 3 ചെയിനുകൾ നമുക്ക് ചെയ്യാം. ഈ 3 സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും അത് കഴിഞ്ഞിട്ട് 3 സ്റ്റിച്ച് ചെയ്തിട്ട് ആ സെയിം സ്റ്റിച്ചിനകത്ത് തന്നെയാണ് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിതൊരു വി സ്റ്റിച്ച് പോലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു ചെയിൻ ചെയ്യാം. ഓക്കെ, ചെയിൻ ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ചിലാണ് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചെയിൻ ചെയ്തിട്ട് ആ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യയും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചെയിൻ ചെയ്തതിന് ശേഷം ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതിന് ശേഷം അടുത്തതിൽ വീണ്ടും ഈ സെയിം പാറ്റേൺ തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. അങ്ങനെ ഈ റൗണ്ട് നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് നമുക്ക് ഫ്ലവർ സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി റെഡ് കളറിലുള്ള യാനാണ് ഞാനിതിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഒരു യാണിനെ സ്ലിപ്പ് സ്റ്റിച്ചിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ചെയിനുകൾ ചെയ്യാം. 1 2 ചെയിൻ ചെയ്യാൻ കുഴപ്പമില്ല. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെയിൻ ആയാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഇതിൽ ഈ ഒരു വി സ്റ്റിച്ചിൻ്റെ അകത്താണ് നമ്മൾ ഈ പുതിയ കളർ യാണിനെ ചേർത്തിട്ടുള്ളത്. ഈ വി സ്റ്റിച്ചിൻ്റെ അകത്ത് നമുക്ക് 5 ഡബിൾ ക്രോഷ്യേഴ്സാണ് ചെയ്യാനുള്ളത്. വി സ്റ്റിച്ചിൻ്റെ അകത്ത് നമുക്ക് 5 ഡബിൾ ക്രോഷ്യേഴ്സ് ചെയ്യാം. രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇനി നാലാമത്തെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇനി ഇപ്പോൾ 4 ചെയ്ത് ഇനി ഒരു ഡബിൾ ക്രോഷ്യ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഈ ചെയിൻ വരുന്ന ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ 5 ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലെ ഫസ്റ്റിലെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ പോയിട്ട് ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് കണക്ട് ചെയ്യണം. ഇപ്പോൾ അതൊരു ഫ്ലവർ പോലെ ആയിട്ടുണ്ടെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് പോലെ ആയിട്ടുണ്ടാവും. ഇനി ഈ അറ്റാച്ച് ചെയ്ത ഇതിൻ്റെ അകത്താണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചുകൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 3 ചെയിൻ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അകത്തൂടെ യാണിനെ എടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. ഇതുപോലെ 3 പ്രാവശ്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി വീണ്ടും ഇതുപോലെ തന്നെ 3 ചെയിനുകൾ ചെയ്യാം. 2 3 ചെയിൻ ചെയ്ത് വീണ്ടും ഇതുപോലെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും 3 ചെയിനുകൾ ചെയ്യാം. വീണ്ടും ഇതിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഫ്ലവർ ഇവിടെ നമ്മൾ ചെയ്ത് ഇതുപോലെ ഓരോ വി സ്റ്റിച്ചുകളുടെ അകത്ത് നമുക്ക് ഓരോ ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്യണം. ഇനി 2 ചെയിൻ ചെയ്യുക. അത് കഴിഞ്ഞ് ഈ വി സ്റ്റിച്ചുകളുടെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 2 ചെയിൻ കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ അതിൽ ചെയ്യുക. പിന്നെ വീണ്ടും 2 ചെയിനുകൾ ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വി സ്റ്റിച്ചിൽ വീണ്ടും 5 ഡബിൾ ക്രോഷ്യേസ് വെച്ച് ചെയ്യണം. 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ കൊടുന്ന് അങ്ങനെ കണക്ട് ചെയ്യണം. അങ്ങനെ ഫ്ലവേഴ്സ് എല്ലാം അതുപോലെ ചെയ്യാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആവുന്നവരെ നമുക്ക് ഫ്ലവേഴ്സ് അതുപോലെ ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ കഴിഞ്ഞു. 3ാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തു. 4ാമത്തെയും ചെയ്തു. 5 അങ്ങനെ 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് യാണിനെ കുറച്ച് വലിച്ചു വെക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് വിട്ട് വരും. എന്നിട്ട് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ പോയിട്ട് ഈ യാണിനെ എടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിൽ ചെയിൻ സ്റ്റിച്ചുകളും സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്യാം. ഇപ്പോൾ ഇതിലെ എല്ലാ വി സ്റ്റിച്ചുകളിലും നമ്മൾ ഇതുപോലെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റിലെ ഫ്ലവറിൻ്റെ മുകളിലും ഇതുപോലെ 2 ചെയിനുകൾ ചെയ്ത് വി സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും 2 ചെയിനുകൾ ചെയ്തിട്ട് ഈ ഫ്ലവറിൻ്റെ ബാക്കിൽ പോയിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞൊരു ചെയിൻ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ യാണിനെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ മാറ്റ് ഇവിടെ റെഡിയായി. മാറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് ഇത്രയും ചെയ്താൽ മതി. പക്ഷേ നമ്മളൊരു ഫ്ലവർ വേസ് പോലെ അങ്ങനെ ക്യൂട്ടായിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വേസും കൂടെ ഇതിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ യാണൊക്കെ ഒന്ന് കെട്ടി കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നതൊക്കെ നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഇപ്പം ഞാൻ ട്രിം ചെയ്തിട്ടില്ല, അതിന് മുമ്പുള്ളതാണ്. ഇത് ട്രിം ചെയ്ത് കളഞ്ഞാൽ അത് നീറ്റായിരിക്കും. അത് കഴിഞ്ഞ് ഇതുപോലെ ചുരുട്ടിക്കഴിഞ്ഞാൽ ഒരു വേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനകത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ വെക്കാനായിട്ടുള്ള ചെറിയൊരു പോട്ട് ഉണ്ടാക്കാം. അതിന് ഞാൻ വേറൊരു കളറ്, ഒരു പിങ്ക് കളർ യാണാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം.
സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമ്മുടെ മാറ്റ് ഉണ്ടാക്കിയ സെയിം പാറ്റേൺ വേണമെങ്കിൽ നമുക്ക് സെയിം സ്റ്റിച്ചിൽ തന്നെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഒരു 3 ചെയിൻ ചെയ്തിട്ട് അതിൽ ആദ്യത്തെ ചെയിനിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഈ ഒരു റിങ്ങിൻ്റെ അകത്താണ് നമ്മളൊരു 10 ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ടൈറ്റ് ആയിരിക്കും, 3 ചെയിനിൻ്റെ അകത്തായ കാരണം അധികം ലൂസായിട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 4 ചെയിൻ ഇട്ടിട്ട് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ഇതിൽ 10 ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 10 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് അതിൽ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ മുകളിൽ പോയി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി വീണ്ടും 2 ചെയിനുകൾ ചെയ്യാം. ആ സെയിം സ്റ്റിച്ചിനകത്ത് തന്നെയാണ് നമുക്ക് ഡബിൾ ക്രോഷ്യേസ് ചെയ്യാനുള്ളത്. ഓരോ സ്റ്റിച്ചിൻ്റെ അകത്തും 2 ഡബിൾ ക്രോഷ്യേസ് വെച്ച് ചെയ്യാം. ഇൻക്രീസ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ 2 ഡബിൾ ക്രോഷ്യേസ് വെച്ച് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ അകത്തും 2 ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചെയ്തു തീർക്കാം. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൽ ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ കൊടുന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും 2 ചെയിനുകൾ ചെയ്യാം. ആ സെയിം സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെയാണ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റിച്ചിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, അടുത്തതിൽ 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തു തീർക്കാം. നമ്മുടെ പോട്ടിന് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് റൗണ്ടുകൾ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. വീണ്ടും നമുക്ക് ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി തേർഡ് റൗണ്ട് 2 ചെയിൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ തന്നെ. അപ്പോൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി ഒരു ചെയിൻ ചെയ്തതിന് ശേഷം ഇതിൽ ബാക്കിൽ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ഉണ്ടല്ലോ, അതിൽ ബാക്കിലെ ലൂപ്പിൽ സിംഗിൾ ക്രോഷ്യേസ് ചെയ്യാം. ഇത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യേസ് വെച്ച് ചെയ്യാം. അത് ബാക്ക് ലൂപ്പിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം.
ഇനി ലാസ്റ്റിലൊരു സ്റ്റിച്ച് കൂടെ ഉണ്ട്, അതിലും കൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയുടെ മുകളിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 2 ചെയിനുകൾ ചെയ്യാം. അത് കഴിഞ്ഞാൽ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി കൂടുതൽ സ്റ്റിച്ചുകളൊന്നും നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓരോ സിംഗിൾ ക്രോഷ്യയുടെ മുകളിലും ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. അതുപോലെ നമ്മുടെ പോട്ടിന് എത്ര ലെങ്ത്ത്, എത്ര ഹൈറ്റ് വേണമെന്ന് വെച്ചാൽ അത്രയും റൗണ്ടുകൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ 3 റൗണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 3 റൗണ്ടിൽ ഡബിൾ ക്രോഷ്യേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫ്ലവർ മാറ്റ് ഫോൾഡ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മളുടെ ഫ്ലവർ മാറ്റും അത് വെക്കാനായിട്ടുള്ള പോട്ടും എല്ലാം റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.